അറ്റാക്ക് ചെയ്യേണ്ടത്, ആക്രമിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ രാമനോട് പ്രതികാരം ചെയ്യണം. അങ്ങനെ ഒരിക്കൽ ആശ്രമത്തിൽ അമ്മയും അച്ഛനും ജമദഗ്നി മഹർഷിയുടെ എഴുതി മാത്രം ആശ്രമത്തിലുണ്ട്. 5 മക്കൾ പുറത്തു പോയ സമയത്ത് ഈ മക്കള് കാർത്തവീര്യാർജുനന്റെ 100 മക്കളും കൂടി അവിടെ എത്തി. എന്നിട്ട് ജമദഗ്നിനെ പിടിച്ചിട്ട് കൊന്നു. ജമദഗ്നി മഹർഷിയെ കൊന്നോട് കൂടിയിട്ട് രാമന്റെ അച്ഛനെയാണ് കൊന്നത്. രേണുകാദേവി മാളം തടിച്ച് നിലവിളിച്ചു. 21 പ്രാവശ്യം തന്നെ തടിച്ചിട്ട് രാമ രാമ 21 പ്രാവശ്യം കരഞ്ഞു അത്രേ. അതുകൊണ്ടാണ് ഇത്ര ക്ഷത്രിയ വംശത്തിനെ 21 പ്രാവശ്യം ഇല്ലാതെയാക്കിയത്, മുടിച്ചത്. അങ്ങനെ രാമാന്ന് വിളിച്ച് 21 തവണ കരഞ്ഞു രാമൻ. അപ്പൊ 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് എല്ലാവരെയും ഹനിച്ചു. പിന്നെയാണ് അച്ഛൻ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. വേഗം പിതാവിന്റെ ശവശരീരത്തെ തൈലത്തോണിയിൽ സൂക്ഷിച്ചു വയ്ക്കൂ എന്ന് സഹോദരന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് ആയുധങ്ങളും എടുത്ത് മഹിഷ്മതിയിലെത്തി, കാർത്തവീര്യാർജുനന്റെ രാജ്യത്തെത്തി. ബ്രഹ്മഹത്യ പാപം ചെയ്ത കാർത്തവീര്യാർജുന പുത്രന്മാരെ ഒക്കെ വെട്ടിക്കൊന്നു. മഹർഷിയെ കൊന്നത് ബ്രഹ്മഹത്യ പാപമാണ്. ആ മക്കളെ എല്ലാവരെയും വെട്ടിക്കൊന്നു. അവരുടെ തലകളൊക്കെ പർവ്വതം പോലെ കൂട്ടിയിട്ടു. രക്തം കൊണ്ട് ഒരു നദി രൂപീകരിച്ചു എന്നാ പറയുന്നത്. അനേക പ്രാവശ്യം ക്ഷത്രിയന്മാരെ വധിച്ചു. ഭൂമി ആസകലം ചുറ്റി നടന്ന ക്ഷത്രിയ വധം എടുത്തു അച്ഛന് ചെയ്ത കാരണം കൊണ്ട്. സമന്തക പഞ്ചകത്തിൽ ക്ഷത്രിയ രക്തം കൊണ്ട് തടാകങ്ങൾ ഉണ്ടാക്കി. രക്തതടാകങ്ങൾ തന്നെ ഉണ്ടായി എന്ന് പറയുന്നത് സമന്തക പഞ്ചകത്തില്. അച്ഛന്റെ ശിരസ് യജ്ഞം ചെയ്തിട്ട് പിന്നീട് കൂട്ടിച്ചേർത്തു, ജീവിപ്പിച്ചു. അഗ്നിയിൽ യാഗങ്ങളൊക്കെ ചെയ്തു. ഭഗവാൻ ശ്രീഹരിയെ യജിച്ചു. ക്ഷത്രിയ വംശത്തെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കി ഭൂമി ശുദ്ധീകരിക്കാൻ എടുത്ത് എല്ലാം പിടിച്ചടക്കി. ആ ഭൂമി മുഴുവനും ദാനം ചെയ്തു. എന്നിട്ട് മഹേന്ദ്ര പർവ്വതത്തിൽ പോയി തപസ് ചെയ്തു. ഇപ്പോഴും, കാരണം പരശുരാമൻ ചിരഞ്ജീവിയാണ്, മരണമില്ല. ഇപ്പോഴും മഹേന്ദ്ര പർവ്വതത്തിൽ അഹിംസ പാലിച്ചുകൊണ്ട് പ്രശാന്ത ചിത്തത്തോടുകൂടി പരശുരാമൻ തപസ് ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെയാണ് എല്ലാ ഭൂമിയും ദാനം ചെയ്തു എന്ന് പറഞ്ഞില്ലേ. എല്ലാ ഭൂമിയും ദാനം ചെയ്തപ്പോൾ തനിക്ക് ഇന്ന് തപസ് ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു പറച്ചിൽ സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യക്കാർക്കുണ്ട്. അങ്ങനെ ഇരിക്കാൻ സ്ഥലം വേണം. അപ്പൊ മഴ എറിഞ്ഞ് സമുദ്രത്തിൽ മഴ എറിഞ്ഞിട്ട് കുറച്ച് സ്ഥലം വീണ്ടെടുത്തു, അവിടെ നിന്ന് ചെയ്തോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അത്ര കേരളത്തിൽ അനവധി അമ്പലങ്ങളൊക്കെ ഉള്ളത്. പരശുരാമൻ അങ്ങനെ വീണ്ടെടുത്ത സ്ഥലമാണ് ഇത്. അദ്ദേഹം നടന്ന അമ്പലങ്ങൾ പണിഞ്ഞു, പൂജാവിധികളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഒരു കഥയുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹേന്ദ്ര പർവ്വതത്തിൽ പോയി തപസ് ചെയ്തു എന്നാണ്. അങ്ങനെ തൻ്റെതായിട്ടുള്ള ആ ജന്മകർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം തപസ്സിന് പോയി. ഹിംസ, അഹങ്കാരം എന്നീ ദുർഗുണങ്ങൾ വെടിയണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ചരിതം. ഇത് ശ്രമിക്കുന്നവർക്ക് അഹങ്കാരം നശിച്ച് ഹൃദയശുദ്ധി ഉണ്ടാവും. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അഹം മമ, ഞാൻ എൻ്റെ എനിക്ക്, അത് മുറിഞ്ഞു പോയി. നിങ്ങൾ അഹം മമ ഇല്ലാതെയായി ശുദ്ധഹൃദയരായി തീരും. ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ ഭക്തി വിടരും. ഭക്തി വന്നു കഴിഞ്ഞാൽ മുക്തിയിലേക്കുള്ള വഴി തന്നെ തുറന്നു കിട്ടും എന്നാണ്. ഈ അഹങ്കാരം പാടില്ല. ഇതൊക്കെയാണ് പരശുരാമചരിതം. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ നമ്മൾ അധ്യായം വായിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ. കഠിനമായിട്ടുള്ള അധ്യായങ്ങളാണ്. കാരണം മുഴുവനും പേരുകളാണ്, വംശവർണ്ണനയാണത്. യയാതി ചരിതം, ഗുരുവിന്റെ ചരിതം, ഗ്രന്ഥിദേവ ചരിതം, അജമിയുടെ ചരിതം എല്ലാം വംശത്തിലത്തെ നടത്തിയതിന് ശേഷം പിന്നീടാണ് യദുവംശത്തിലേക്ക് കയറുന്നത്. ഒടുക്കത്തെ അത് നവമസ്കന്ധത്തിന്റെ 24ാമത്തെ അധ്യായമാകുമ്പോഴേക്കും യദുവംശവർണ്ണനയിലേക്ക് കയറുകയാണ്. ഭഗവാൻ ഭൂതഭാവന കൃതവാന്യാനി വിശ്വാത്മാ താനിനോ മതവിസ്തരാത് നിവൃത്തതർഷ്ടേരുപഗീയമാനാത് ഭവൗഷധശ്രോതമനോഭിരാമാത് കൗത്തമശ്ലോക ഗുണാനുവാദാത് പുമാൻ നിരജ്യേത വിനാ പശുഘ്നാത് പിതാമഹാമേ സമരേ മരഞ്ജയേ ദേവം പ്രദാദ്യാതിരഥേസ്തുലിംഗലേ ദുരത്യയം കൗരവ സൈന്യസാഗരം കൃത്വാതരൻ വത്സവലം സ്മയത്പ്ലവ ദ്രവ്യസ്ത്രവിപ്ലുഷ്ടമിദം മദംഗം സന്താനബീജം ഗുരുപാണ്ഡവാനാം ജുഗോപക്ഷീം ഗദാതചക്രോ മാതുശ്ച മേ യഃ ശരണം ഗദായാം വീര്യാണി തസ്യാഖില ദേഹഭാജാമന്തർബഹിഃ പൂരുഷ കാലരൂപൈ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ രോഹിണ്യാസ്തനയ പ്രോക്തോ രാമസംഘർഷണസ്ത്വയാ ദേവക്യാ ഗർഭസംബന്ധ ഉദോ ദേഹാന്തരം വിനാ കസ്മാൻ മുകുന്ദോ ഭഗവാൻ പിതുർഗേഹാഗ്രജം ഗദ
क्वमासं ज्ञातिभिस्सार्धं कृतवान् सत्त्वदाम्पती व्रजे वसन् किमकरोन्मधुपुर्यां च केशवः भ्रातरं जामदीर्घं मातरुद्धातदर्हणम् देहं मानुषमाश्रित्य कतिवर्षाणि वृष्णिभिः यदुपुर्यां सखावाल्सि पत्न्यकर्त्य भवन् प्रभो एतदन्यच्च सर्वं मे मुने कृष्णविचेष्टितं वक्तुमर्हसि सर्वज्ञा श्रद्धदानाय विस्तृतं देशादिदुस्सहा क्षुन्मा त्यक्तोदमदिबाधते पिबन्तं त्वन्मुखाम्बोजाच्युतं हरिकथामृतं सूत उवाच एवं निशम्य मृगुनन्दन साधुबाधं वैयासकी स भगवानद विष्णुरादं प्रत्यर्च्य कृष्णचरितं कलिकल्मषघ्नं याहर्तुमारभत भागवत प्रधान श्रीशुक उवाच सम्यक् व्यवसिता बुद्धिस्तव राजर्षि सत्तमा वासुदेव कथायां ते स्यादनैष्टिकीरति वासुदेव कथा प्रश्ना पुरुषां स्त्रीं पुनादिः वक्रदारं पृच्छकं श्रोतुं तत्पादसलिलं यथा भूमिर्तृप्तन्द्रपव्याजा दैत्यानीकशतायुधे आक्रान्ता भूरिभारेण ब्रह्माणं शरणं ययौ गौर्भूत्वाश्रुमुखी खिन्ना क्रन्दन्ती करुणं विभो उपस्थितान्तिके तस्मै व्यसनं समवोचता ब्रह्मा तदुपाधार्याधा सह देवैस्तया सह जगाम सत्रयनयनस्थिरं क्षीरमयोनिधे तत्र गत्वा जगन्नाथं देवदेवं वृषाकविं पुरुषं पुरुषसूक्तेन उपदस्ते समाहितां गिरं समादौ गगने समीरितां निशम्य वेदास्तिदशानुवाचया कुमुदा दण्डिका कृष्णा माधवी कन्यकेति च माया नारायणी शाली शारदेत्यम्बिकेति च गर्भसङ्कर्षणाल् तं वै प्राहुः भुवि रामेति लोकरमणाल् बलं बलवदुच्छयात् संदिष्टैवं भगवता तथेत्योम् इति तद्वजाम् प्रतिगिरीय परिक्रम्य गङ्गदा तत्तथा करोत् गर्भे प्रणीते देवक्यारोहिणीं योगनिद्रया अहो विस्रंसितो गर्भ इति पौराविजुकृषुः भगवानपि विश्वात्मा भक्तानामभयङ्कर आविवेशां सभागेन मन आनगदुन्दुभे कविप्रल्पौरुषं धामाभ्राजमानो यथारविः दुरासुदोति दुर्धर्षो भूवानां सम्बभूवः तमो जगन्मङ्गलमच्युतां समाहितं शूरसुतेन देवीं दधारुवर्वर्पकमात्मभूतं काष्ठा यथानन्दकरं मनस्तां सा देवकी सर्पदिगन्निवासनिवासभूतान्निधिरां नरेजे भोजेन्द्रगेहग्निशुके वरुद्धा सरस्वती ज्ञानकले यथास्कृतीकीं तां वीक्षदेवकं सप्रभयाजितान्तरां विरोजयन्तीं भवनं शुचिस्मिताम् आयेषमये प्राणहरो हरिर्गुहां ध्रुवं श्रुतो यन्नपुरेयमीदृशी किमद्य तस्मिन् करणीयमाशुमे यदर्थतन्त्रो न विहन्ति विक्रमम् स्त्रिया सुसुर्गुरुमद्यावधोऽयं श्रियं हन्तिनिबालमायुः सएष जीवन् खलु सम्बले सुवर्तयतयोऽत्यन्तं संशिवेन देहे मृदेहं न निजाः शपन्दीतगन्धादभवन्तं ननुमानिनो ध्रुवम् इति घोरतमाल् भावाल् संनिवृत्तस्वे प्रभु आस्ते प्रतीक्षमस्तज्जन्म हरेर्वैरानुबन्धकर् आसीनस्वं मुञ्जानपर्यटन् महीं चिन्तयानो हृणीकेशम् अवश्यतन्मयं जगत् ब्रह्मा भवत्स तत्रैत्यामुनिभिर्नारदादिभिः देवैः सार्जरैः साकभ्यर्भिर्वृषभमेलयन् सत्यव्रतं सत्यवरं सत्यपरं सत्यं सत्यस्योनिं निहितं च सत्ये सत्यस्य सत्यव्रतस्य नेत्रं सत्यात्मकं त्वां शरणं प्रपन्नाम् एकायनो सूतिबलश्रीमूलश्रसूरसः पञ्चविधः षडात्मा सप्तत्व कष्टपटवो नवाक्षो दशच्छदी द्विखतो हि आदिवृक्षाम् त्वमेक एवास्त्रप्रसूतिस्त्वं सन्निधानं त्वमनुग्रहश्च നീ ആരെയാണോ രഥത്തിലിരുത്തി സ്വന്തം കൈകളാൽ രഥം തെളിച്ച് കൊണ്ടുപോകുന്നത് അവളുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും. ഇത് കേട്ടോടൻ ദുഷ്ടനായ കംസൻ സഹോദരിയെ കൊല്ലാൻ വേണ്ടി ഒരുമ്പെട്ടു. തലമുടി ചുറ്റിപ്പിടിച്ച് വെട്ടാൻ നോക്കി. ഇത് കണ്ട വസുദേവര് വളരെ നയത്തിൽ കംസനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങ് ശൂരന്മാരിൽ വെച്ച് കീർത്തിക്കാൻ തക്ക സകല ഗുണങ്ങളും തികഞ്ഞവനാണ്. ഭോജന്മാരുടെ യശസ് വർദ്ധിപ്പിക്കുന്നവനാണ്. ഒരു സ്ത്രീയെ വധിക്കുന്നത് അങ്ങക്ക് ചേർന്ന പ്രവൃത്തിയാണോ? അങ്ങ് നിന്ദ്യകർമ്മം ചെയ്ത് ചീത്തപ്പേര് വരുത്തി വെക്കണോ? ഇവിടെ വസുദേവൻ കംസന് ഒരുപാട് തത്വങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. മരണം എല്ലാവർക്കും ഉള്ളതല്ലേ കംസ?
അത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും വരും. അത് എങ്ങനെ വരും എന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിച്ചതാണ്. നമ്മൾ കൂട്ടിയാലൊന്നും അത് കൂടില്ല, അങ്ങനെയൊക്കെ ഉപദേശിച്ചു. പക്ഷേ ആ തത്വമൊന്നും അതിൻ്റെ തലയിൽ കയറിയില്ല. പിന്നീട് തൻ്റെ ബുദ്ധി കൊണ്ട് വസുദേവർ ആലോചിച്ചു, ഈ ദുഷ്ടബുദ്ധികളെ തത്വം ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല. അപ്പൊ സൂത്രം പ്രയോഗിക്കാൻ വിചാരിച്ചു. ഉപായം പറഞ്ഞു, അങ്ങയുടെ സഹോദരി വധിക്കും എന്നല്ലല്ലോ പറഞ്ഞത്, ഇവിടെ ചെറിയ കുട്ടിയല്ലേ, അന്നൊക്കെ കാലത്ത് 12-13 വയസ്സിൽ കല്യാണം കഴിക്കും. അപ്പൊ അവളുടെ 8ാമത്തെ പുത്രൻ വധിക്കും എന്നല്ലേ അശരീരി. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വീട്ടിലേക്ക് പോണേ ഉള്ളൂ. എത്ര അവൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പില്ല. ഉണ്ടായാൽ തന്നെ 1, 2, 3 അങ്ങനെ 8ാമത്തെ വരെ, അതുവരെ അവൾ ജീവിച്ചോട്ടെ, ഞങ്ങൾ ജീവിതം തുടങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ അത് മാത്രമല്ല, 8ാമത്തെ പുത്രൻ തന്നെ ആവണമെന്ന് ഉറപ്പൊന്നുമില്ല, അത് പുത്രിയും ആവാൻ വേണമെങ്കിൽ. ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് പറഞ്ഞു മാറ്റി. ഇനി അതുമല്ല, അങ്ങയുടെ സഹോദരി പ്രസവിക്കുന്ന എല്ലാ കുട്ടികളെയും അങ്ങയുടെ മുമ്പിൽ ആ പ്രസവിച്ച ഉടനെ അങ്ങോട്ട് കൊണ്ടുത്തരാം, അങ്ങ് ആ കുട്ടികളെ മുഴുവനും അപ്പം കൊന്നോളൂ. അപ്പൊ പിന്നെ എന്താ പേടിക്കാനുള്ളത്? അത് കേട്ടപ്പോ, ഇതെല്ലാം കേട്ടപ്പോ കംസന് വസുദേവര് പറയുന്നത് ശരിയല്ലേ. പിന്നെ കംസന് വാക്ക് പാലിക്കും വസുദേവര് എന്നുള്ള വിശ്വാസമുണ്ട്. വസുദേവര് സത്യമുള്ളവനാണ്, അതറിയാം, വാക്ക് പാലിക്കും. വസുദേവരുടെ വാക്കുകളെ കംസൻ പോലും വിശ്വസിച്ചു. സ്വന്തം സഹോദരിയെ വധിക്കുന്ന ഉദ്യമത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ അവരുടെ ദാമ്പത്യം ആരംഭിച്ചു. തദനന്തരം സർവദേവതാ സ്വരൂപിണിയായ ദേവകീ ദേവി 8 പുത്രന്മാരെയും 1 പുത്രിയെയും പ്രസവിച്ചു. കംസന് കൊടുത്ത വാക്ക് പ്രകാരം ആദ്യം ജനിച്ച കുട്ടിയെ അവന് പേരൊക്കെ ഇട്ടു. കൊല്ലാൻ കൊണ്ടുപോവുകയാണ്, ജനിച്ച ഉടനെ പേരൊക്കെ കൊടുത്തു. വസുദേവരെ കീർത്തിമാൻ എന്ന് പേരിട്ടു. കംസന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചെന്നു. വസുദേവന്റെ ആ സത്യവ്രതം, സത്യനിഷ്ഠ കണ്ടിട്ട് കംസൻ പോലും, ദുഷ്ടനായ കംസന് പോലും ആശ്ചര്യം തോന്നി. അപ്പൊ തൻ്റെ മരുമകനാണ് അല്ലേ, അനീതിയുടെ മകനാണ്. ജനിച്ച ഉടനെ കുട്ടി ഇപ്പൊ അതൊരു പന്നിയുടെ കുട്ടിയാണെങ്കിലും എന്തിൻ്റെ കുട്ടിയാണെങ്കിലും കാക്കയുടെ കുട്ടിയാണെങ്കിലും അതിൽ ദൈവമുണ്ട്. അപ്പൊ അതിനൊരു കൗതുകം തോന്നും അല്ലേ. ഏത് ജന്തുവിൻ്റെ ഒരു ജീവിയാണെങ്കിലും ആ കുട്ടിക്കൊരു കൗതുകമുണ്ട്, കാരണം അത് ഭഗവാനാണ്. അപ്പൊ ഈ കുട്ടിയെ കണ്ടോട് കൂട്ടിയിട്ട് കംസന്റെ മനസ്സിൽ ആ ദുഷ്ടതരം കുറച്ചു നേരത്തേക്കൊന്ന് മാറിപ്പോയി. എന്നിട്ട് നന്മ ഉദിച്ചു. ശ്രീശുക ഉവാച അധ സർവഗുണോപേത കാലപരമശോഭന യർഹേവാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടകുലഗ്രാമവ്രജാതരാ നദ്യപ്രസന്ന സലില ഹൃദാചരരുഹശ്രിയ ദ്വിജാളികുലസംനാദസ്തബദാവനരാജയാ ഭവവായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ചതുജാതീനാം ശാന്താസ്തത്ര സമിന്ധതാം മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗോക്കിന്നരഗന്ധർവാസ്തുഷ്ടോ സിദ്ധചാരണ വിദ്യാദൈത്യശ്ച നൃതുർ അപ്സരോഭി സമം തദാ മുമുജുർമുനയോ ദേവ സുമനാംസി മുദാന്വിത മന്ദം മന്ദം ജലധര ജഗർജുർ അനുസാഗരം നിശീദേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീദ്യഥാ പ്രാച്യാം വിശീന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം നിശീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീദ്യഥാ പ്രാച്യാം വിശൂന്ദുരുവ പുഷ്കല തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം കളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈദൂര്യകിരീടകുണ്ടലത്യുഷാ പരിഷ്വക്ത സഹസ്രകുണ്ടളം ഉദ്ദാമകാഞ്ജംഗദഗങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സവിസ്മയോത്ഫുല്ല വിലോചനോ ഹരിം സുതം വിലോക്യാനഗതുന്തുഭിസ്തദാ കൃഷ്ണാമദാരോത്സവ സംഭ്രമോ സ്പൃശൻ മുദാ ദ്വിജേഭ്യോ യുധമാപ്ലുതോ ഗവാം അധൈനമസ്തൗതവതാര്യപൂരുഷം പദം നദാംഗകൃതീകൃതാഞ്ജലി സ്വരോജിഷാ ഭാരതസൂതികാഗൃഹം വിരോചയന്തം ഗദഭീ പ്രഭാവവിത് വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പരഃ കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക് സ ഏവ സ്വകൃതേദ്യം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം യവ പ്രവിഷ്ട ഇവ ഭാസ്യസേ യഥേമേ വികൃതാ ഭാമാസ്തഥാ ദേ വികൃതൈः സഹ നാനാവീര്യാ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിപത്യ സമുത്പാദ്യ ദൃശ്യന്തേനുഗതാ ഇവ പ്രാഗേവ വിദ്യമാനത്വാന്നതേഷാമിഹ സംഭവ. ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ചടുലമാം ചില്ലിയുകള ഭംഗിയും കടകൺകണ്ണിലെ കരുണയും മകരകുണ്ടലമിളകുമ്പോൾ മിന്നി തിളങ്ങുന്ന കണ്ട സ്ഥലങ്ങളും ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ തിലസൂമം തോറ്റങ്ങൊഴിയും നാസയും തൊടുതോടെയുള്ളോരധരവും ഗളതലം തന്നിൽ വിളങ്ങും കൗസ്തുഭം പുലിനാഗമണിമോതിരം ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ തുളസിയും നല്ല തളിരുകളുമായി ഇടചേർന്ന വനമാലയും കരങ്ങൾ രണ്ടിലും തരിവളയിട്ടും ഇടക്കിടയൂതും കുഴലുമായി ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ ഹരേ ശരണം മേ തവ ശരണയുഗം രാധാ കൃഷ്ണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോ ബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി ഓം തത്സത് ഹരി ഓം